ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കാം. ഇന്ന് നേരെ അടുക്കളയ്ക്ക് പകരം മുറ്റത്തോട്ടാട്ടോ ഇറങ്ങിയത്. കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഹായ് എന്റെ മാമ്പഴം പുഴുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. എന്ത് കൊലവായ അടി നിന്റെ അരിഞ്ഞു ചിന്തിക്കുന്നത്. ഞാൻ നട്ട എന്റെ സ്വന്തം മാവിന്ന് നീയോ ചീച്ചേട്ടൻ നട്ടത് ഞാൻ നട്ട പോലെ ഇങ്ങനെ പിച്ച് തിന്നുകയെന്ന് വെച്ചാ ഓ മൈ ഗോഡ്. രാവിലെ ചെറു ചൂടുവെള്ളമായിരുന്നു കഴിച്ച് ഞാൻ കുടിക്കുന്നത്. പക്ഷെ ഇന്ന് അറിയാതെ ഇത് കുടിച്ചുപോയി, അല്ല കഴിച്ചുപോയി. അതുകൊണ്ട് തന്നെ 2 വാക്ക് അടിച്ചിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. അമ്മയാണെങ്കിൽ അത് കരണ്ട് വരണ്ട് തിന്നപ്പോഴത്തേന് അനന്ത് വന്ന് അത് കരണ്ട് വരണ്ട് തിന്നുന്ന കണ്ടു. ഞാൻ ഓടിപ്പോയി ചെറു ചൂടുവെള്ളം ആ ഗ്ലാസ് മൊത്തത്തിൽ അങ്ങ് കുടിച്ചേ. എന്നിട്ട് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ അമ്മ എനിക്ക് ABC ജ്യൂസ് കൊണ്ടും വെച്ച് കേട്ടോ. അത് അനിയനാണെങ്കിൽ തട്ടിപ്പറിക്കും. ഈ ഒറ്റ കൊച്ചായിട്ടിരുന്നായിരുന്നെങ്കിൽ ഇതൊന്നും അലിച്ചു വരാൻ ആള് വരത്തില്ലായിരുന്നു. എന്ത് ഞാൻ തിന്നാനും കുടിക്കാനും എടുത്താലും അവന്റെ കൈ അതിന്റെ ഇടയിലോട്ട് കയറി വരും കേട്ടോ. പിന്നെ അവിടെ അടിയായി ഇതോ അമ്മയെ കൊണ്ട് പോകുന്ന പോക്കാണ്. പാവം നടുവിളിക്ക് കിടന്നില്ലെങ്കിൽ കൊള്ളാം. അങ്ങനെ ഞാനിതെല്ലാം കഴിച്ച് തീർത്തിട്ട് പിന്നെ ഒരു പ്രോട്ടീൻ്റെ ഇത് പ്രോട്ടീൻ്റെ ലഡു അല്ല, ഇത് നമ്മുടെ കരിഞ്ജീരകമായിരുന്നു കേട്ടോ. എന്നിട്ട് അവനെ ഞാൻ എക്സാമിന് കൊണ്ടുവിടുകയാണ് കേട്ടോ മയ്യനാട്. 1:30 പരീക്ഷയ്ക്ക് 1:28 അവൻ അതിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ DDRC തുടങ്ങിയത് കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ ബ്ലഡ് ചെക്ക് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈയിടെയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. അങ്ങനെ ഞാൻ കടച്ചാതി എല്ലാം കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ സിറിഞ്ച് എടുത്തിട്ട് കുത്തി കയറ്റി കേട്ടോ. അയ്യോ എന്തോരം ചോര എടുത്തെന്ന് എനിക്കറിയത്തില്ല. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേന് ജ്യൂസ് അടിച്ചായിരുന്നു കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവരിത് എപ്പോൾ വന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പൊട്ടൂന്ന് നേരത്തെ അങ്ങ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ആഹാരം ഞാൻ വൈകുന്നേരമാണ് കഴിച്ചത്. അതൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇതെല്ലാം കൂടെ കൂട്ടി മൃഷ്ടാനം ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അവസാനത്തെ സപ്പർ. ഈ സപ്പർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സപ്പർ കഴിക്കത്തില്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.